രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിലെ അതിജീവിത സുപ്രീം കോടതിയിൽ. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താവിശേഷങ്ങളുമായി ജനയുഗം ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിലെ അതിജീവിത സുപ്രീം കോടതിയിൽ. സുപ്രീം കോടതി അഭിഭാഷക ദീപ ജോസഫ് നൽകിയ റിട്ട് ഹർജിയിലാണ് അതിജീവിത തടസ്സ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. അതിജീവിതയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ച കേസിലെ പ്രതിയാണ് ദീപ ജോസഫ്. ദീപ ജോസഫിന്റെ ഹർജിയിൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് തന്റെ വാദം കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് തടസ്സ ഹർജി നൽകിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ബജറ്റ് നാളെ രാവിലെ 11-ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കും. ധനമന്ത്രി എന്ന നിലയിൽ നിർമ്മല സീതാരാമന്റെ 9ാമത്തെ ബജറ്റാണ് നാളത്തേത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കേരളത്തിന് വേണ്ടി ബജറ്റിൽ പ്രത്യേക പദ്ധതികൾ പ്രഖ്യാപിക്കുമെന്ന പ്രതീക്ഷയിലാണ് സംസ്ഥാന സർക്കാർ. ബജറ്റിൽ പരിഗണിക്കാനായി 29 ആവശ്യങ്ങളടങ്ങിയ കത്ത് ധനമന്ത്രി KN ബാലഗോപാൽ നിർമ്മല സീതാരാമന് നൽകിയിട്ടുണ്ട്. ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡിനിടെ സ്വയം വെടിവെച്ച് മരിച്ച കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ CJ റോയുടെ മൃതദേഹ പരിശോധന റിപ്പോർട്ട് പുറത്ത്. വെടിയുണ്ട ഇടത് നെഞ്ചിൽ തുളച്ചുകയറി റോയ് തൽക്ഷണം മരിച്ചതായി പോസ്റ്റ്മോർട്ടം നടത്തിയ ബൗറിംഗ് ആശുപത്രിയിലെ മെഡിക്കൽ സൂപ്രണ്ട് MN അരവിന്ദ് പറഞ്ഞു. നെഞ്ചിൽ തുളച്ചുകയറിയ വെടിയുണ്ട ഹൃദയത്തെയും ശ്വാസകോശത്തെയും കീറി മുറിച്ച് പിൻഭാഗത്തുകൂടി പുറത്തു കടന്നു. തലച്ചോറിനും തലയ്ക്കും ഗുരുതരമായ വൈകല്യമുള്ള 31 ആഴ്ച പ്രായമായ ഗർഭസ്ഥ ശിശുവിനെ അബോർഷൻ ചെയ്യാൻ ദമ്പതികൾക്ക് കേരള ഹൈക്കോടതി അനുമതി നൽകി. കുട്ടി ജീവനോടെ ജനിക്കുകയാണെങ്കിൽ ഗുരുതരമായ ശാരീരിക വൈകല്യങ്ങൾ അനുഭവിക്കാൻ സാധ്യതയുണ്ടെന്ന മെഡിക്കൽ ബോർഡ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ജസ്റ്റിസ് ശോഭ അന്നമ്മ ഈപ്പന്റെ ഉത്തരവ്. കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ വൈദ്യുതി ആഘാതമേറ്റ് മരിച്ച മിഥുന്റെ കുടുംബത്തിന് സ്നേഹഭവനം ഒരുങ്ങി. സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനം വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി നിർവഹിച്ചു. പണം പിരിച്ചു നൽകി വീട് വെച്ച് നൽകാത്തവർ ഉള്ള കാലത്താണ് നിശ്ചയിച്ച സമയത്തിന് മുൻപ് സ്നേഹഭവനം യാഥാർത്ഥ്യമാക്കിയതെന്നും മന്ത്രി പറഞ്ഞു. ജോധ്പൂർ സെൻട്രൽ ജയിലിൽ ദേശീയ സുരക്ഷാ നിയമപ്രകാരം തടവിൽ കഴിയുന്ന പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനും ശാസ്ത്രജ്ഞനുമായ സോനം വാങ്ചുക്കിന്റെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് അദ്ദേഹത്തെ ജോധ്പൂർ എയിംസിൽ പ്രവേശിപ്പിച്ചു. ശനിയാഴ്ച രാവിലെ കനത്ത സുരക്ഷയിലാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചത്. അജിത് പവാറിന്റെ ഭാര്യയും നിയമസഭാംഗവുമായ സുനേത്ര പവാർ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. മഹാരാഷ്ട്രയിലെ ആദ്യ വനിതാ ഉപമുഖ്യമന്ത്രിയാണ് സുനേത്ര. ലോക്ഭവനിൽ നടന്ന ചടങ്ങിൽ മഹാരാഷ്ട്ര ഗവർണർ ആചാര്യ ദേവവ്രതാണ് സുനേത്രയ്ക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. നിർമ്മിത ബുദ്ധിയുടെ അതിർവരമ്പുകൾ ബഹിരാകാശത്തേക്കും വികസിപ്പിക്കാനൊരുങ്ങി ടെക് ശതകോടീശ്വരൻ ഇലോൺ മസ്ക്. AI-യുടെ വർദ്ധിച്ചു വരുന്ന പ്രാധാന്യം കണക്കിലെടുത്ത് ഓർബിറ്റൽ ഡാറ്റാ സെന്റർ സ്ഥാപിക്കാൻ അദ്ദേഹം നീക്കം തുടങ്ങി. ഇതിന്റെ ഭാഗമായി 10 ലക്ഷം ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാനാണ് പദ്ധതി. സിഗരറ്റ് വില നാളെ മുതൽ ഉയരും. 15 മുതൽ 30% വരെയാണ് വില വർധനവ്. ചരക്ക് സേവന നികുതി, എക്സൈസ് തീരുവ പരിഷ്കരണം എന്നിവ വരുന്നതോടെയാണ് വില വർധനം ഉണ്ടാവുക. 65 മില്ലിമീറ്ററിൽ താഴെ നീളമുള്ള സിഗരറ്റുകൾക്ക് 15% വരെയും അതിന് മുകളിൽ 30% വരെയും വില വർധന ഉണ്ടാകുമെന്നാണ് റിസർച്ച് ഏജൻസിയായ ക്രിസിൽ റേറ്റിംഗ് സൂചിപ്പിക്കുന്നത്. പ്രശസ്ത കനേഡിയൻ അമേരിക്കൻ നടി കാതറിൻ ഒഹാര അന്തരിച്ചു. 71 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് വെള്ളിയാഴ്ച ലോസ് ആഞ്ചലസിലെ വസതിയിലായിരുന്നു അന്ത്യം. ലോകമെമ്പാടുമുള്ള സിനിമാസ്വാദകർ നെഞ്ചിലേറ്റിയ ഹോം അലോൺ ചലച്ചിത്ര പരമ്പരയിലെ കെവിന്റെ അമ്മയായി വേഷമിട്ട കാതറിൻ ഹാസ്യവേഷങ്ങളിലൂടെയാണ് ഹോളിവുഡിൽ തന്റേതായ ഇടം കണ്ടെത്തിയത്. ജനയുഗം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനയുഗം വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.